നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയോ? കോട്ടക്കുന്ന് പാർക്കിൽ. കോട്ടക്കുന്ന് പാർക്ക് എന്ന് പറഞ്ഞാൽ മാത്രം ആയില്ല. കോട്ടക്കുന്നിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ ടൂറിസം മേഖലയിലെ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം എന്നുള്ള നിലക്ക് മാത്രമേ കോട്ടക്കുന്നിനെ കുറിച്ച് അറിയുള്ളൂ. പക്ഷേ കോട്ടക്കുന്നിന് അതിനപ്പുറം ഒരു വലിയ ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലടക്കമുള്ള വാര്യംകുന്നം വെടിയേറ്റ് മരിച്ചതടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകം കൂടിയാണ് കോട്ടക്കുന്ന്. പക്ഷേ കോട്ടക്കുന്ന് കഴിഞ്ഞ ഒരു വർഷമായി കോവിഡ് വന്നതോടുകൂടി കോട്ടക്കുന്നിലേക്കുള്ള പ്രവേശനം നിലച്ചതുകൊണ്ട് ടൂറിസം രംഗത്തോ അതല്ലെങ്കിൽ സഞ്ചാരികൾ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ നവീകരിച്ച ഒരു പാർക്കോടെയാണ് ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ പാർക്ക് എന്നുള്ള നിലയ്ക്ക് ഈ ടൂറിസം എന്നുള്ള നിലക്കും ഈ കോട്ടക്കുന്ന് എങ്ങനെയൊക്കെയാണ് നവീകരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുക. പുതിയ വീഡിയോയിലേക്ക് മലപ്പുറം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിറാക്കിൾ പാർക്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് പുതിയ ഒരു കൺസെപ്റ്റാണ്. പൊതുവായിട്ട് സന്ദർശകർക്ക് അനുയോജ്യമായ മിറാക്കിൾ ഗാർഡൻ അതിൻ്റെ പ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അംഗവൈകല്യമുള്ള ആളുകൾക്കുള്ള ടോയ്ലറ്റ് മറ്റുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു പാർക്ക് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ പൊതുവായിട്ട് എല്ലാതരം പക്ഷികളും പൂമ്പാറ്റകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം, മൊത്തത്തിലൊരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ് കോട്ടക്കുന്നുള്ളത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കോവിഡൊക്കെ ആയിട്ട് 6 മാസത്തോളം നമ്മളെ പാർക്ക് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ചടപ്പുകളും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്നത്. മാത്രമല്ല ഒരു ശാന്തമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് നേരത്തെ കുറേ ജനങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്കൊക്കെ കണ്ടല്ലോ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ശരിക്കും നമുക്ക് എന്തൊക്കെയാണ് ഈ കോട്ടക്കുന്നിൻ്റെ ഇപ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം തുറക്കുമ്പോൾ പുതിയ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ആയി നിൽക്കുന്ന ഈ ഏട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഏട്ടാ, എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ പുതിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മിറാക്ക് പാർക്ക് ഇപ്പോൾ പുതിയതാണ്. പിന്നെ അവിടെ കുറച്ച് ചിൽഡ്രൻസിൻ്റെ പാർക്കെല്ലാം പുതിയതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന്
ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ആളില്ലാതായപ്പോൾ പലതരം കിളികളെല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. കിളികൾ കാരണം നമ്മൾ കാണാത്ത മുമ്പ് നേരത്തെ കാണാത്ത കുറേ കിളികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അണ്ണാൻ ഇതെല്ലാം ഈ പക്ഷി ഇതെല്ലാം കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു ഈ 6 മാസത്തെ നടന്നുകൊണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ആൾ സഞ്ചാരം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് കിളികളും ഇതെല്ലാം കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു.